ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെയിറ്റ് ഗെയിൻ റെസിപ്പി ആയാലോ. വീണ്ടും ബേബീസിനുള്ള വെയിറ്റ് ഗെയിൻ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊട്ടറ്റോയും എഗ്ഗും ആണ് കേട്ടോ. പിന്നെ ഞാൻ മല്ലിച്ചെപ്പും കൂടെ എടുത്തിട്ടുണ്ട്. സൂപ്പർ ഒരു ടേസ്റ്റി കട്ട്ലറ്റാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊട്ടറ്റോയും എഗ്ഗും കൂടെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വേവിക്കാൻ വെക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എനിക്ക് ബേബി എൻ്റെ കയ്യിലായിട്ടുണ്ട്. നമുക്ക് വേഗം വെച്ചിരുന്ന സംഭവമൊക്കെ ഏതുവരെ എത്തിയെന്നൊന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പൊട്ടറ്റോ ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കുകയോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിയില അതിന് ടേസ്റ്റ് കൂട്ടും, അറിയാമല്ലോ. നമുക്ക് മല്ലിയിലയും കൂടെ വേണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കയ്യിൽ മൊബൈലും ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റണം കേട്ടോ. ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടി കേട്ടോ. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്, അധികമൊന്നും വേണ്ട, അതും ഒരു കുറച്ച് മാത്രം മതി. കുറച്ച് കുരുമുളക് പൊടിയുടെ. അതിനുശേഷം ഉപ്പും കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ നിക്കു എന്നെ അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവൾക്ക് തറയിൽ ഇറങ്ങിയിരുന്ന് അവൾക്കും കൂടെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ തറയിൽ ഇറങ്ങി അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനൊരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ജോലിയിലാണ് കേട്ടോ ആള്. അതിനുശേഷം നമ്മൾ അടുപ്പിലൊരു പാൻ വെക്കുക. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നെയ്യ് ഉപയോഗിക്കാം, ബട്ടർ ഉപയോഗിക്കാം, ഏത് വേണോ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിന് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവത്തില്ല. അതുപോലെ ഞാൻ മറിച്ചിട്ടപ്പോൾ എൻ്റെതൊന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു പോയി. പക്ഷേ ലുക്ക് നോക്കണ്ട, ടേസ്റ്റ് വൈസ് സൂപ്പറാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. അതുപോലെ ഹെൽത്തിയുമാണ്, വെയിറ്റ് ഗെയിനിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് നിക്കുന് കൊടുത്ത് നോക്കാം, അവൾക്ക് എങ്ങനെ ഇഷ്ടമാവുമെന്നൊന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. ഫുഡൊന്നും ഒട്ടും കഴിക്കാത്ത മക്കൾക്കും അല്ലാത്തവർക്കും കൊടുക്കാം കേട്ടോ. വെയിറ്റ് ഗെയിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഹെൽത്തിയുമാണ്, ഭയങ്കര ഹെൽത്തിയുമാണ്, നല്ലതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും, അങ്ങനെ കഴിച്ചോളും. നിക്കു കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? സൂപ്പർ എന്ന് പറ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.